ഒരു പലതരത്തിലുള്ളതായ നാശങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. हमें बहुत सारी विपत्तियां इन दिनों में हो रहा है. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ, സമയത്തിന് നീക്കത്തെ നമുക്ക് ചിന്തിക്കാം. उस भाग इसे रहने दो, हम समय के आगे बढ़ने से हम उस बातों को ध्यान करेंगे. ഇന്ന് വായിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19 മുതലുള്ളതായ ഭാഗങ്ങളാണ്. आज हम पढ़ने वाला है पहले पत्रोस के पत्रिया 3रा अध्याय उसके 19 से लेकर. അവിടെ വായിക്കുന്ന ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. लिखा है उसी में उनमें से जाकर कैदी आत्माओं को भी प्रचार किया है. നോഹ പെട്ടകം തീർത്ത കാലയളവൊക്കെ മനുഷ്യൻ 120 എന്ന് പറയുന്നു. അത് എത്രയെങ്കിലും ആകട്ടെ, ഏതായാലും പെട്ടകം തീരുന്നത് വരെ നോഹ പ്രസംഗിച്ചു കൊണ്ട് നടന്നു. नोहा जब जगह बनाने के समय ऐसा कहता है कि 120 साल है प्रचार किया है करके कहता है, लेकिन कितना भी साल हो उसने वो जगह पूरी करने के समय तक प्रचार करते रहा है. ആ ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്നാണ് വായിക്കുന്നത്. हमें उस जगह तैयार करने के समय परमेश्वर इंतजार करके धीरज धरते हुए रहा है करके लिखा है. അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. लिखा है कि उनमें से जो जाकर कैदियों को भी प्रचार किया है जो आज्ञा ना माना. എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്, ദൈവമില്ലാതെ നടക്കുന്നവരെ തടവിൽ കിടക്കുന്നവരെന്നുള്ള സംബോധന അവിടെ കൊടുത്തത്. ये कैदी का नाम जो जेल में पड़ा हुआ लोगों के बारे में नहीं है, परमेश्वर के बिना जो जिंदगी बिता रहा है बंधुआई में, उन्हीं के बारे में कहते हैं. അപ്പൊ അവിടെ പ്രസംഗിച്ചിട്ട് ഒരെണ്ണത്തിനെ പോലും ഈ നോഹയുടെ കൂടെ പെട്ടത്തിൽ കയറാൻ കിട്ടിയില്ല. नोह इतना साल प्रचार करने से भी एक व्यक्ति को भी अपने साथ जगह में ले जाने के लिए नहीं हुआ है. ഈ 8 പേര് മാത്രം രക്ഷപ്പെട്ടു. केवल 8 जन ही बच गया है. അതാണ് അവിടെ വായിക്കുന്ന 20ാമത്തെ വാക്യം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. नंबर लिखा है कि आमेन, और वह जहाज बन रहा था जिनमें बैठकर थोड़े ही लोग अर्थात 8 प्राणी पानी के द्वारा बच गए. 21ാം വാക്യം വന്നപ്പോൾ അത് സ്നാനത്തിനൊരു മുൻകുറിയാണെന്ന് പറഞ്ഞു. 21 आयत में आने के समय ये कहता है कि ये बपतिस्मा का एक अर्थ है. ഇവിടെ ബൈബിളിലെ 4 പ്രകാരത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. बाइबल में 4 तरीके का बपतिस्मा के बारे में लिखा है. ഒന്നാമത്തെ സ്നാനമാണ് പെട്ടക സ്നാനം. जो पहले का जो बपतिस्मा है ये जगाश के द्वारा बपतिस्मा. രണ്ടാമത്തെ സ്നാനമാണ് 1 കൊരിന്ത്യർ 10ാം അധ്യായത്തിന്റെ 1ാം വാക്യം വായിക്കുമ്പോഴുള്ള സ്നാനം. जो दूसरा जो बपतिस्मा हम देखते हैं कि पहला कोरिन्थी 10वां अध्याय में हम देखते हैं इस्राएल लोगों का जो बपतिस्मा. അവിടെ മോശയുടെ കാലത്ത് അല്പജനം, ആ ജനം മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. यहाँ पर जो हम पढ़ते हैं कि थोड़ा ही लोग है जो बादल के और मेघ के नीचे से और पानी के अंदर से होकर गया है, वो एक बपतिस्मा है. അവർ അത് രണ്ടാമത്തെ ചെങ്കടൽ സ്നാനം എന്നാണ് രണ്ടാമത്തെ സ്നാനത്തെ പറയുന്നത്. ये दूसरा बपतिस्मा कहता है कि जो लाल समुद्र का बपतिस्मा. മൂന്നാമത്തെ സ്നാനമാണ് യോഹന്നാൻ സ്നാപകൻ നടത്തിക്കൊണ്ടിരുന്ന സ്നാനം. तो तीसरा जो बपतिस्मा है യോഹന്നാ बपतिस्मा देने वाला करता था. അദ്ദേഹം അവിടെ വിളിച്ചു പറയുക, സർപ്പസന്തതികളെ വരുവാനുള്ള കോപം വിട്ടൊഴിഞ്ഞ് മാനസാന്തരപ്പെട്ടോളാൻ പറഞ്ഞു. उसने ऐसा पूछता है कि जो सांप के बच्चे आने वाला बड़ा विपत्ति से तुमको कौन जताया, तुम मन फिराकर बपतिस्मा लो. അപ്പോൾ മൂന്നാമത്തെ സ്നാനം യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ്. जो तीसरा जो बपतिस्मा है यूहन्ना बपतिस्मा देने वाला का बपतिस्मा है. ആ സ്നാനം കഴിച്ചവരെ അപ്പോസ്തലന്മാരുടെ കാലത്ത് പിന്നെയും ഒന്നുകൂടെ സ്നാനപ്പെടുത്തി. वो यूहन्ना का बपतिस्मा लिया हुआ लोगों को प्रेरित लोगों के समय में दोबारा भी बपतिस्मा दिया है. കാരണം അവരെ പഴയ നിയമത്തിലെ സ്നാനത്തോടും പുതിയ നിയമത്തിലെ സ്നാനത്തോടും യോജിപ്പിക്കാനൊക്കാത്ത ഒരു സ്നാനമാണ്. क्योंकि वो जूना नियम है और नया नियम, ये दोनों के साथ उन्हें जोड़ नहीं सकता हुआ एक बपतिस्मा था. അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് പറയുന്നത്
ആ അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ കടന്ന് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. वहां पर कहता है जब अपोलोस हमें गुर्दी में रहने के समय पौलोस यात्रा करके वहां पर कुछ लोगों को देखा है. അവിടെ നിങ്ങളെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. उनको पूछा तुम विश्वास करने की बात पवित्र आत्मा को तुम प्राप्त किए है क्या पूछा. അപ്പൊ എഫെസോസിലെ വിശ്വാസികൾ പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. अफसोस के विश्वासी लोग ऐसा कहा है कि पवित्र आत्मा है करके हम सुना भी नहीं. അപ്പൊ പൗലോസിന് ആ സ്നാനത്തിന് ഒരു സംശയം തോന്നി. तो पौलोस को एक संदेह हुआ है इन्हें लिया हुआ बपतिस्मा क्या है. പൗലോസ് ചോദിച്ചു നിങ്ങളുടെ സ്നാനം ഏതാണെന്ന് ചോദിച്ചു. पौलोस ने उन लोगों से पूछा तुम लिया हुआ बपतिस्मा कौन सा है. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനമേറ്റവരാണെന്ന് പറഞ്ഞു. उसने बोला हम യോഹന്നാൻ बपतिस्मा के हाथों के नीचे बपतिस्मा लिया हुआ लोग हैं. എന്നാ ആ സ്നാനം ശരിയല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പാൻ പറഞ്ഞു. അവര് സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചു. ഒരു പരിശുദ്ധാത്മാവിൽ അന്യ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. उसने बोला वो बपतिस्मा जो द्राव का जो बपतिस्मा है लेकिन यीशु मसीह के नाम से तो बपतिस्मा लेना है करके कहा. उन्होंने बपतिस्मा लिया. पौलोस उनके ऊपर हाथ रखा. वो पवित्र आत्मा का अभिषेक भी प्राप्त അപ്പൊ किया. ഒന്നാമത്തെ സ്നാനം പട്ടക സ്നാനമാണ്. तो पहले का जो बपतिस्मा है जो हम देखा है कि पत्रोस के पत्री में देखा है. രണ്ടാമത്തെ സ്നാനമാണ് ചെങ്കടൽ സ്നാനം. दूसरा जो बपतिस्मा है कि वह लाल समुद्र से होकर गया हुआ. മൂന്നാമത്തെ സ്നാനമാണ് യോഹന്നാൻ സ്നാപകന്റെ സ്നാനം. तीसरा जो बपतिस्मा है यूहन्ना बपतिस्मा देने वाला के द्वारा. നാലാമത്തെ സ്നാനമാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. आमीन. जो 14 जो बपतिस्मा है प्रभु यीशु मसीह मरकर गाड़ा गया और जी उठ के स्वर्गारोहण करने की पहले चेलों को बुलाकर कहा है. ശിഷ്യന്മാരെ ഒരിക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. और चेलों को बुलाकर ये कहा है कि स्वर्ग और पृथ्वी के सारे अधिकार मुझे दिया गया है. ഞാൻ ആ അധികാരം നിങ്ങളെ ഏൽപ്പിക്കുക. उस अधिकार को मैं तुम्हें सौंप देता हूँ. നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളെ ഉപദേശിച്ചു പഠിപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കവണ്ണം സമർത്ഥരായവരെ ഫലമേൽപ്പിക്കുകയും നിങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞു. इसीलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और पिता पुत्र पवित्र आत्मा के नाम से उन्हें बपतिस्मा दो और मैंने तुम्हें जो आज्ञाएं दी है वो मानना सिखाओ. ഈ സ്നാനമാണ് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. यही बपतिस्मा है आज भी हो रहा है. നമ്മുടെ കർത്താവ് വരുന്നത് വരെ ഈ സ്നാനത്തിന് പ്രാധാന്യതയുള്ളൂ. हमारा प्रभु यीशु मसीह आने के समय तक इस बपतिस्मा का इम्पोर्टेंस है. ഈ സ്നാനം ഏൽക്കുന്നവരെയാണ് കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. इस बपतिस्मा लेने वाला उनको परमेश्वर स्वर्ग राज्य में ले जाएंगे. ये परमेश्वर की वचन में सिखा रहा है. അപ്പോൾ ഈ നാലാമത്തെ സ്നാനത്തെ ഉദ്ദേശിച്ച് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള 21 മുതലുള്ള വാക്യത്തിൽ കാര്യം പറയുന്നുണ്ട്. यहाँ पर हम देखते हैं कि इसी बपतिस्मा के बारे में प्रेरित पत्रोस उसके पहला पत्रोस 3रा अध्याय उसके 20वां आयत से हम यहाँ देखते हैं. അത് സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നെന്ന് പറഞ്ഞു. സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നു. यहाँ पर वो लिखा है कि वो बपतिस्मा का ये दृष्टांत भी बपतिस्मा का अर्थ है. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല. उससे शरीर की मेल को दूर करने वाला अर्थ नहीं है. ദൈവത്തോട് നല്ല മനോസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ എന്ന് പറഞ്ഞു. परंतु शुद्ध विवेक से परमेश्वर के वश में हो जाने का अर्थ है. എല്ലാവരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ. सभी लोग परमेश्वर को पुकार के प्रार्थना करने वाले लोग हैं. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു ദൈവത്തിന്റെ സന്നിധി നിനക്ക് നല്ല മനസാക്ഷി ഉണ്ട് എങ്കിൽ. लेकिन यहाँ पर प्रेरित पत्रोस ये कहता है कि परमेश्वर के सामने अगर शुद्ध विवेक के साथ है तो സ്വർഗരാജ്യത്തിൽ പോകാൻ ഒരു ആപ്ലിക്കേഷൻ അപേക്ഷ എഴുതി കൊടുക്കുകയാണ്. स्वर्ग राज्य में जाने के लिए तुम एक आमे चिट्ठी देता है नहीं तो एक आप विनती करते हैं. ഇന്നൊരു ജോലിക്ക് പോകണമെന്ന് വരിയിൽ അപേക്ഷ കൊടുക്കണം. हम अगर एक काम करने के लिए जाएगा तो काम के लिए जाएगा तो वहां पर पहले लेटर देना पड़ता है. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അപേക്ഷ എഴുതി കൊടുക്കണം.
सर्टिफिकेट हमको चाहिए तो भी वहां पहले चिट्ठी देना पड़ता है। ഏതിനും അപേക്ഷയില്ലാത്ത യാതൊന്നുമില്ല. हमें जो कुछ काम करना है उनके लिए विनती करते हुए एक पत्रिया एक चिट्ठी वहां पर देना पड़ता है। പത്രോസ് പറയുന്നു സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നീ ആദ്യം അപേക്ഷ കൊടുക്കണമെന്ന്. पत्रोस कहता है कि तुम स्वर्ग राज्य में जाना है तो पहले तुम वहां चिट्ठी देना पड़ेंगे या पत्री देना पड़ेंगे, കാരണം നിന്റെ മനസ്സാക്ഷി നിന്നെ വിധിക്കരുത്. क्योंकि तुम्हारा विवेक तुम्हें न्याय ना करना चाहिए। നിന്റെ മനസ്സാക്ഷി ദൈവത്തോടുള്ള ബന്ധം, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ള നല്ല ഒരു ആത്മധൈര്യം നിനക്ക് ഉണ്ടാകണം. मैं उद्धार पाया है, मैं बपतिस्मा लिया है करके विवेक में अच्छा एक निर्णय होना जरूरी है। അപ്പൊ അവിടെ സ്നാനപ്പെടുത്താനായിട്ട് വെള്ളത്തിലിറക്കി നിർത്തുമ്പോൾ ആളിനോട് ചോദിക്കും, उन्हें जो बपतिस्मा लेता है उन्हें पानी में उतारने की बाद उनसे यही पूछता है कि നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും. तुम संपूर्ण हृदय से विश्वास करते हैं क्या पूछेंगे। വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞവരെ സ്നാനപ്പെടുത്തുന്നു. जो विश्वास करता है करके बोलेगा तो पिता पुत्र पवित्र आत्मा का नाम से उन्हें बपतिस्मा देता है। വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങുന്ന ഉടനെ പറയും രണ്ട് വാക്കുണ്ട്, ഒന്ന് മരണപര്യന്തവും വേറെ ഒന്ന് ജീവപര്യന്തവും വിശ്വസ്തനായിരിക്കുക. बपतिस्मा होकर पानी से ऊपर आएगा तो वहां पर ऐसा कहता है कि एक मृत्यु पर्यंत और एक है और जो अंत तक तुम विश्वस्त रहना। അങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളിന് മാത്രമേ കർത്താവിന്റെ ശബ്ദങ്ങൾക്ക് പോകാനൊക്കത്തുള്ളൂ. ऐसा विश्वास में खड़ा होने वाला व्यक्ति को प्रभु यीशु मसीह के शब्द सुनकर उनके संग जा सकता है। അപ്പൊ അപേക്ഷയില്ലാത്ത ഒരാളിനെ ഒന്നിനും വിളിക്കത്തില്ല. तो विनती करने का पत्री देने के बिना किसी को भी नहीं बुलाता है। അപ്പൊ നമ്മൾ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിയുടെ അപേക്ഷയാണ് സ്നാനം എന്ന് പറയുന്നത്. जो हमें परमेश्वर के साथ अच्छा विवेक रखने का अर्थ है ये बपतिस्मा। നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കും എന്ന് കർത്താവ് ഒരു നിശ്ചയ കാര്യം പറഞ്ഞിരിക്കുക. यीशु मसीह के द्वारा हमें उद्धार देंगे करके प्रभु यीशु मसीह यहाँ पर स्थापित करके दिया है। അപേക്ഷ കൊടുത്തത് കൊണ്ട് കാര്യമില്ല, ബാക്കി നടപടിക്രമങ്ങൾ കിടക്കുക ഇങ്ങനെ. जैसे विनती का पत्रिया देने से नहीं है और भी कार्य बाकी है। എന്നിട്ട് പറയുന്നു അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു തമ്പുരാൻ ഇരിക്കുന്നു. और कहता है कि वह स्वर्ग पर जाकर परमेश्वर के दाहिनी ओर बैठा है। അത് ഞാന് സ്നാനത്തിന്റെ ക്ലാസ് അല്ല, അതിനോട് ചേർന്ന് ചില കാര്യങ്ങളാ പറയുന്നത്. ये बपतिस्मा का क्लास नहीं है, उनके साथ कुछ बातें करता हूँ। അത് റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ रोमिया का पत्री 6वां अध्याय पहला आयत से पढ़ेगा तो ആകയാൽ നാം എന്തു പറയണ്ടു? सो हम क्या कहें, കൃപ ചെയ്യേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? क्या हम पाप करते रहे कि अनुग्रह बहुत हो? ഒരു നാളും അരുത്. कभी नहीं। പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? हम जब पाप के लिए मर गए तो फिर आगे को उसी में क्यों कर जीवन बिताए। ഇനിയും അടുത്ത 5 കൂട്ടം കാര്യം പറയുന്നുണ്ട് അവിടെ സ്നാനത്തിന്റെ പ്രാധാന്യത. उनका 5वां आयत से बपतिस्मा का जो प्राधान्यता क्या है कहता है। ഒന്നാമത് പാപസംബന്ധമായി മരിക്കുക എന്നുള്ളതാണ്. एक तो पाप के द्वारा मर जाना, രണ്ടാമത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. दोबारा यीशु मसीह के साथ एक होने के लिए बपतिस्मा है। മൂന്നാമത് അവന്റെ മരണത്തിൽ പങ്കാളികളാകാനാണ് സ്നാനം. तीसरा यीशु मसीह का मृत्यु के सदृश होने के लिए सहभागिता होने, ये जुड़ जाने के लिए बपतिस्मा है। 4-ാം വാക്യത്തിൽ പറഞ്ഞു, चौथा आयत में कहा है അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. तो उस मृत्यु का बपतिस्मा पाने से हम उसी के साथ गाड़े गए हैं। ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു, അതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. ताकि जैसे मसीह पिता की महिमा के द्वारा मरे हुओं में से जिलाया गया, वैसे ही हम भी नए जीवन की सी चाल चलने के लिए पानी से ऊपर आ रहा है। ഇന്ന് അനേകരുടെ ചോദ്യമാണ് സ്നാനപ്പെട്ടില്ലേ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളത്.
आज कई सारे लोग ये पूछता है कि बपतिस्मा नहीं लेगा तो स्वर्ग राज्य में नहीं जाएगा क्या? ഇവിടെ അടുത്ത വാക്യം പറയുന്നു, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, फिर 5वां आयत में ये कहता है कि നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിട്ട് हम जीवन की नई चाल चलना है करके बोलने की बात അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. यहाँ कहता है कि क्योंकि यदि हम उसी के मृत्यु की समानता में उसके साथ जुड़ गए हैं तो निश्चय उसके जी उठने की समानता में भी जुड़ जाएंगे. അപ്പൊ സ്നാനം എന്ന ഒരു കർമ്മം കൊണ്ട് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ല എങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയില്ലെന്ന് നല്ല സ്പഷ്ടമായിട്ട് അവ എഴുതിയിട്ടുണ്ട്. यहाँ पर स्पष्ट रीति से लिखा है कि यीशु मसीह के मृत्यु के सहभागिता ना हो जाएंगे, बपतिस्मा के द्वारा उनके साथ ना जुड़ जाएगा तो हम यीशु मसीह जी उठा जैसा जी उठ भी नहीं सकता है करके कहता है. സ്നാനം ഒരു പാപമോചനം കൂടാണ്. बपतिस्मा एक पाप का छुटकारा भी होता है. അത് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 22:16. प्रेरितों के काम 22वां अध्याय उसके 16 आयत में हम ऐसा पढ़ते हैं कि അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവം പറയുകയാണ്. प्रेरित पौलुस अपने अनुभव बता रहा है. ഇനിയും താമസിക്കുന്നത് എന്ത്? और क्यों देर करते हैं? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ച് സ്നാനമേറ്റതിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. उठ बपतिस्मा ले और उसके नाम लेकर अपने पापों को धो डाले. അപ്പൊ ഈ സ്നാന പാപം കഴുകാനാണോ അല്ലയോ? तो ये बपतिस्मा अपने पाप का धोने के लिए है कि नहीं? ഈ പട്ടണ സഭകളിൽ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ഒന്നുണ്ട്. जो हमें याजकीय कलीसियाओं में जो वहां पर विश्वास का एक प्रमाण रहता है. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെ കാണപ്പെടുന്ന ഇങ്ങനെ ഒരു വലിയ ചൊല്ലുണ്ട്. सर्वशक्तिमान परमेश्वर आकाश पृथ्वी को बनाए परमेश्वर करके बोल के ऐसा एक बात कहता है. എല്ലാ പ്രാർത്ഥനാ ക്രമത്തിലും വിശ്വാസ പ്രമാണം ചൊല്ലിയേ ഒക്കത്തുള്ളൂ. सभी प्रार्थना के अनुकरण में और उनका जो विश्वास का जो क्रम है उसके अनुसार वो प्रार्थना बोलना ही पड़ता है. അതിന്റെ അവസാന കണ്ണിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, कि आखिरी भाग में ऐसा कहता है कि പാപമോചനത്തിനു മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. जो पाप का छुटकारे के लिए जो बपतिस्मा एक ही है करके हम विश्वास के द्वारा प्रख्यापन करते हैं. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. आने वाला जीवन में और जो नया जीवन के लिए अभी के जीवन को भी हम इंतजार करके बैठते हैं. അപ്പൊ ഏറ്റു പറഞ്ഞു വേണം മാമോദീസ ഏക്കാൻ. जो कबूल करने की बात बपतिस्मा लेना है. അപ്പൊ പൗലോസ് ഫെസ്തോസിന്റെ മുന്നേ പറയുന്നു, ഇനിയും താമസിക്കുന്നത് എന്ത്? നീ സ്നാനമേറ്റ് നിന്റെ പാപം കഴുകിക്കളക എന്ന് പറഞ്ഞു. पौलुस यहाँ पर उस अधिकारी के सामने कहता है कि तुम अभी देर क्यों करता है, उठकर बपतिस्मा लेकर अपने पाप को धो डालो करके परमेश्वर ने उनसे कहा करके कहते हैं. അപ്പൊ റോമാലേഖനം 5-ാം വാക്യത്തിൽ 6:5 വായിച്ചത്, रोमियो के पत्र 6 के 5 में हम ऐसा पढ़ा है. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചുവെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുമെന്നാണ്. क्योंकि यदि हम उसी के मृत्यु के समानता में उसके साथ जुड़ गए हैं तो निश्चय उसी के जी उठने की समानता में भी जुड़ जाएंगे. അപ്പൊ സ്നാനത്തിന്റെ അർത്ഥം ചെറുതല്ല. जो बपतिस्मा का अर्थ छोटा नहीं है. അപ്പൊ ഒരു സ്നാനപ്പെടാൻ പറയുന്നത് ആട്ടുംകുട്ടിയെ വെള്ളത്തിൽ ഇറക്കുന്ന പോലെ. अब बपतिस्मा जो लेना बोलेगा तो जो बकरी को पानी के अंदर लेके जाते वैसा है. എന്ത് പ്രശ്നം വന്നറിയ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമായി. हमें कितना समस्या है, जो बपतिस्मा लेकर आने के बाद और समस्या बढ़ जाता है. അത് സത്യം തന്നെയാണ്. ये सच है. പൗലോസിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. पौलुस के जीवन में भी यही हुआ है. സ്നാനപ്പെട്ടതിന് ശേഷം ആ പ്രശ്നം, बपतिस्मा लेने के बाद उनके जीवन में समस्या शुरू हो गई. സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രശ്നവുമില്ല. बपतिस्मा के पहले कोई समस्या नहीं थे. എനിക്കും അങ്ങനെ സംഭവിച്ചത്. मुझे भी ऐसा ही हुआ है. എന്റെ മുന്നിലിരിക്കുന്ന 100 പേരെ എടുത്താലും അവര് പറയും സ്നാനത്തിന് ശേഷമേ എനിക്ക് പ്രശ്നമുള്ളൂ എന്ന്. मेरे सामने बैठा हूँ, अगर 100 लोगों को मैं 100 लोगों को पूछो तो सभी लोग बोलेगा
बपतिस्मा लेने के बाद हमारा समस्या शुरू हो गया है, കാരണം അവര് സാത്താനെ ഉപേക്ഷിച്ചു മശിഹായെ സ്വീകരിക്കുകയാണ്. क्योंकि उन्होंने जो शैतान को इंकार करके मसीह को स्वीकार किया है, കാരണം അവര് പുതിയ സൃഷ്ടിയാകുക. പിന്നെ वह नई सृष्टि हो जाती है. പഴയതെല്ലാം പറഞ്ഞു വിടുക, കഴിച്ചു വിടുക, വെള്ളത്തിൽ മുക്കി അതിനെ വെള്ളത്തിലാക്കി. जो पुराना सब कुछ है वो पानी के अंदर डुबा के और छोड़ दिया है. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നല്ല മനസ്സാക്ഷിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. परमेश्वर के चरणों में सच्चे विवेक के साथ हम परमेश्वर की गवाही बन के रहना है. അപ്പോൾ കർത്താവ് ഇവിടെ നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, पत्रोस के पत्री में हमने ऐसा पढ़ा है कि അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. യേശു स्वर्ग में चढ़कर परमेश्वर के दाहिनी ओर बैठा है यीशु. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. हमें दूतों और स्वर्गदूत और अधिकारी और शक्ति सब कुछ उसके अधीन में है. എല്ലാ അധികാരവും യേശുവിന്റെ കൈക്കീഴിൽ ഒതുങ്ങിയിരിക്കുക. सब अधिकार यीशु मसीह के हाथों के अधीन में रखा है. എന്നാൽ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല. लेकिन समस्या वहां से खत्म नहीं होती है. 4-ാം അധ്യായം 1-ാം വാക്യം വന്നപ്പോൾ और चौथा अध्याय उसके पहले आयत में आने के समय ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി എന്ന് പറഞ്ഞു. तो जब कि मसीह ने शरीर में होकर दुख उठाया तो तुम भी उसी की समानता उसकी मनसा को धारण करके हथियार बांध लो. ദൈവത്തിന്റെ കൃപ പ്രാപിക്കാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാ. परमेश्वर के अनुग्रह को प्राप्त करना बोलेगा तो बहुत कष्ट उठाना पड़ेगी. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയുടെ ശരീര കഷ്ടതയിലായിരുന്ന ഫോട്ടോയും എന്റെ വീടിന്റെ ഫോട്ടോയും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടായിരുന്നു. प्रभु के दास ने अपने पत्नी का जो शारीरिक क्लेशों में थे उस समय निकाला हुआ फोटो और उनके घर के फोटो इसी ग्रुप में डाला है, हमारा मॉर्निंग ग्रुप में. എന്റെ മോനെ ഭയങ്കര ബഹളമുണ്ടാക്കി, ഇപ്പൊ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങളുടെ ഡിഗ്നിറ്റി പോകുമെന്ന് പറഞ്ഞു. बेटा ने ऐसा बोला है कि एकदम जल्दी उसको डिलीट करना, उसको पूरा निकाल देना, क्योंकि हमको अच्छा नहीं लगता है. പിന്നെ പിള്ളേർ പറഞ്ഞ കേട്ടല്ല കോൾ, അതുകൊണ്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് ഞാൻ. बच्चों लोग बोला इसलिए मैं वो सब फोटो से डिलीट किया. കാരണം ഇനി അവരുടെ കസ്റ്റഡിയില്ല ഞാന്. क्योंकि मैं अभी उनके नीचे. കല്യാണം കഴിക്കുന്നവർ എന്റെ കസ്റ്റഡിയിലായിരുന്നു അവര്. उन्होंने जब शादी करने के समय तक मेरे हाथ के नीचे थे. ഇനിയിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവരിരിയെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നേ ഒക്കത്തുള്ളൂ. अभी वो शादी होने के बाद वो बैठने के लिए बोलेगा तो मैं बैठना ही पड़ेंगे. ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനാ. क्योंकि मैं यही पढ़ाता हूँ, यही मैं सिखाता हूँ, मैं वो पढ़ता भी. എന്റെ ഭാര്യയോട് ഞാൻ പറയും, മരുമോളോട് മിണ്ടി പോയേക്കരുത്, കഞ്ഞുടിച്ചട്ടിക്കകത്ത് കഞ്ഞി കുടിക്കേണ്ടി വരുമെന്ന് പറയും. पत्नी से कहता हूँ कि तुम अपने बहू से और कुछ बुरा बातें या कुछ उल्टा मत बोलना, क्योंकि तकलीफ हो जाएंगी. മരുമക്കൾക്ക് കീഴ്പ്പെട്ടേ ഒക്കത്തുള്ളൂ. बहु लोगों के अधीन में रहना ही पड़ेगी. ഞാൻ ആ ഫോട്ടോ ഇടാനുള്ള കാരണം പലതുണ്ട്. मैं वो फोटो डालने के कारण कही थे. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ मसीह के लिए मैं उतरने के बाद ഞാൻ ബൈബിളിൽ വായിച്ചു പഠിച്ചത് ഇങ്ങനെയാണ്. मैं बाइबल में जो पढ़कर सुना हुआ बात यह है कि നായുടെ വിലയും വേശ്യയുടെ കൂലിയും ദൈവാലയത്തിൽ കൊണ്ടുവരരുത്. जो कुत्ता का कीमत और वेश्या का जो पैसा मंदिर में ना लेके आना. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അന്വേഷിക്കും, എനിക്ക് ദശാംശമോ കാശോ തരുന്ന ആരാണ്. ഞാൻ ഇനി ഗതികെട്ട് മേടിച്ചാലും 10 പൈസ പോലും അതിൽ നിന്ന് ഉപയോഗിക്കത്തില്ല. കിട്ടിയില്ലേ ഭാഷക്ക്? ഞാൻ ഗതികെട്ട് മേടിക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ ചിലത് മേടിച്ചില്ലെന്നവര് പിന്നെ അവര് നമുക്ക് ശത്രുവാകും. പക്ഷെ അതുകൊണ്ട് 10 പൈസ എന്റെ പിള്ളേർക്ക് ഞാൻ ആഹാരം വെച്ച് കൊടുക്കത്തില്ല. अगर मैं ऐसा जो दूसरे से लेना पड़ा है उनको, उनसे अगर नहीं लेगा तो कुछ प्रॉब्लम हो सकता है, इसलिए उनसे अगर लेना पड़ा वो पैसा मैं मेरे बच्चों के लिए खर्च नहीं करता हूँ. ഞാൻ ഒരു കവർ പാൽ പോലും മേടിക്കത്തില്ല. मैं एक पैकेट दूध भी उससे नहीं खरीदेगा. 76 കേരളത്തിൽ നിന്ന് പോയി 99 നാട്ടിൽ വരുമ്പോ 265 രൂപ ബാലൻസ് ഉള്ളൂ. आमीन, प्रेज़ द लॉर्ड. जब 76 में मैं केरला से निकल गया और जब वापस आया है
99 में सॉरी 99 में मैं वापस आया, तभी मेरे पास जो पैसा है 265 रुपया है. हमें 205 रुपये है। പിന്നെ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ കൊണ്ട് പണിത വീടാത്. और उसके बाद ये मैं बैंक से लोन लेकर मेरा ये घर बनाया। എന്റെ അധ്വാനം എന്റെ കൈകളുടെ പ്രവൃത്തി ആയതുകൊണ്ടാണ് ഗ്രൂപ്പിലിട്ടത് അത്. मेरा हाथ का मेहनत है, मैंने परिश्रम करके जो किया है वो देखने के लिए मैं ग्रुप में डाला है। നമ്മുടെ ദൈവദാസന്മാർക്ക് കൂട്ടുവിശ്വാസികൾക്ക് ഉത്തേജനം ഉണ്ടാകണം. हम परमेश्वर के दास लोगों को और साथ जो विश्वासियों को एक जिम्मेदारी या एक प्रोत्साहन की। ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ऐसा बहुत सारे विषय है, लेकिन समय तो आगे बढ़ रहा है। രണ്ടാമത്തെ തോമസ് പാസ്റ്റർ വന്ന് എന്റെ മകൻ ബോംബെയിലായിരുന്നപ്പോ ആ റൂമിൽ വന്ന് എന്റെ ഭാര്യയുടെ ശരീരസ്ഥിതി കണ്ടതാ. दूसरा जो तुमसे पास्टर हमें अपने पास्टर के पत्नी का शारीरिक स्थिति को देखा है। മുത്തൂറ്റ് ആശുപത്രിയിൽ 75,000 രൂപ ചോദിച്ചതാ കാല് മുറിക്കാൻ. मुत्तूट हॉस्पिटल में 75,000 रुपया पूछा है कि उनके पैर का ऑपरेशन के लिए। ഞാൻ ദൈവത്തിന് ഓപ്പറേഷൻ ഈ കാട്ടിനെ കെലിയെ ഞാൻ കർത്താവിന് ചെയ്തത് ദൈവത്തിന് പ്രസാദമെന്ന് തോന്നിയത് കൊണ്ട് എന്റെ ഭാര്യ കർത്താവ് സൗഖ്യം തന്നു. आमीन। प्रभु के दास जो परमेश्वर के लिए किया हुआ जो विश्वस्तता देखकर परमेश्वर ने उनका पत्नी को चंगाई किया। ഇന്ന് ഒരാഴ്ചയില് 52 കിലോമീറ്റർ അങ്ങോട്ടും 52 കിലോമീറ്റർ ഇങ്ങോട്ടും 2 വീലറിൽ ബൈക്കിൽ ഞങ്ങൾ ആരാധന നടത്താൻ പോയി വരുന്നുണ്ട്. आज हफ्ता में हमें 52 किलोमीटर वन वे या और प्रेज द लॉर्ड, और वापस भी 52 किलोमीटर ऐसा हम दोनों बाइक में जाकर आता है। കർത്താവ് രോഗശാന്തി തരുന്നു എന്നുള്ളതിന്റെ നല്ല മനസാക്ഷിയുടെ സാക്ഷ്യമാനത്ത് ഞാനിട്ടത്. परमेश्वर बीमारी की चंगाई देता है, इसलिए जो अच्छा विवेक का गवाही मैंने डाला है। തോമസ് പാസ്റ്റർക്ക് അറിയാൻ ഞാൻ ബോംബെയിലായിരുന്നപ്പോ ആശുപത്രി തന്നെ പ്രഷർ കൂടി അഡ്മിറ്റ് ആക്കിയത്. तुम सब जानता है कि मुंबई में रहने के समय बीपी बढ़ने के द्वारा हॉस्पिटल में एडमिट किया। ഇന്നൊരു ഇത്രയും ഒരു കൊച്ചു ഗുളിക പോലെ എടുക്കുന്നില്ല ഞാൻ. आज एक छोटा से गोली भी मैं नहीं लेता हूँ। ഞാൻ ഷുഗർ കൂടി 190 വരെ വന്നു. ഇന്നും പഞ്ചസാര ശരിക്കിട്ട് അലിവായും കിട്ടുന്നത് മുഴുവൻ തിന്നും. हमें जब शुगर बढ़कर 190 तक चढ़ गया था, लेकिन आज भी मैं जो कुछ मीठा मिलता है सब कुछ मीठा ही खाता है। കാരണം എന്റെ അപ്പൻ പറഞ്ഞു തന്നു ഉഷ്ണനെ ശാന്തി എന്ന്. ഉഷ്ണത്തെ ഉഷ്ണം കൊണ്ട് വേണം ശാന്തമാക്കാനെന്ന്. क्योंकि मेरे पिताजी ने मुझे सिखा है कि गर्मी गर्मी को शांत करता है, इसलिए गर्मी को गर्मी से लेना है। മധുരത്തെ മധുരം കൊണ്ട് പിടിച്ചു നിർത്തണം. मीठा को मीठा से रुकाना है। ആ ഒത്തിരി കാര്യമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തില് यहाँ पर हमने जो पढ़ा हुआ वचन में है, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് सो जब मसीह ने शरीर में होकर दुख उठाया, इसी कारण നിങ്ങളുടെ ഭാവം തന്നെ ആയുധമായി ധരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം അതായിരിക്കണം. हमें तुम भी उसी ही मनसा को धारण करके उस हथियार को बांध ले। वो हथियार तुम्हारा അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നമ്മൾ മിക്കവാറും ഓർക്കുന്നതാ, പ്രസംഗം കേൾക്കുന്നതാ. प्रभु यीशु मसीह के क्रूसीकरण के समय में हम ये सब कुछ सुनते हैं। അതിനെക്കുറിച്ച് സാധാന്യമായ ശക്തി നമ്മുടെ ശരീരത്തോട് പോരാടാനുണ്ട് എന്നുള്ളത് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. आमीन। उसी के द्वारा शैतान का शक्ति हमारे शरीर में हमें सताता है करके परमेश्वर के वचन हमें सिखाता है। പറയുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പിന്നെ പിശാചില്ല ഊതി അങ്ങ് പോയെന്നാ പറയുന്നത്. कुछ लोग ऐसा कहता है कि उद्धार पाके बपतिस्मा लिया है तो हम भूखने के समय शैतान भाग गया है। ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. जो इतिहास में हम ऐसा पढ़ते हैं, അവിടെ 21-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ വായിക്കുന്നു സാത്താൻ എഴുന്നേറ്റിട്ട് ഇസ്രായേൽ മക്കളെ എണ്ണുവാൻ ദാവീദിന്റെ മനസ്സിനെ തോന്നിപ്പിച്ചു എന്നാണ്. हमें इतिहास में हम पहले इतिहास में हम पढ़ते हैं कि जब शैतान खड़ा होकर दाऊद के मन में ऐसा प्रेरणा दिया है कि हमें जो पहले इतिहास 21वां अध्याय उसके पहले वचन में, और शैतान ने इसराइल के विरुद्ध उठकर दाऊद को उकसाए कि इसराइलियों की गिनती ले। 14-ാം വാക്യം വന്നപ്പോൾ അതുകൊണ്ട് 70,000 പേര് അവരുടെ ഇടയിൽ മരിച്ചുപോയി. हमें 14 आयत में हम देखने के समय वहां पर पढ़ते हैं कि जो 17,000 लोग उनके बीच में नाश हुए हैं। പരീക്ഷയുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. जैसा समस्या के बारे में बहुत कुछ बोलने के लिए है। അതിന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. इसके लिए पत्रोस ऐसा ही कहता है,
5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, पत्रोस के पत्र 5वां अध्याय उसके 8वें वचन में ऐसा कहता है, നിർമ്മതരായിരിപ്പീൻ, तुम सचेत रहना, ഉണർന്നിരിപ്പീൻ, जागते रहो, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞു. क्योंकि तुम्हारा विरोधी शैतान गरजने वाले सिंह के नहीं इस खोज में रहते हैं कि किसकी फाड़ कर खाओ. അപ്പൊ ആര്? പത്രോസ് അപ്പോസ്തലൻ. കാരണം പത്രോസിന് പറയാൻ ഒരു കാരണമുണ്ട്. पत्रोस से बोलने के लिए कुछ कारण है. പത്രോസ് കർത്താവിന്റെ കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്യുക. पत्रोस यीशु मसीह के साथ साथ चलकर सेवकाइयां कर रहा है. പത്രോസ് കർത്താവ് ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. पत्रोस ने यीशु मसीह जो कुछ कर रहा है वो सब कुछ देख रहा है. പിശാച് 2 പ്രാവശ്യം പത്രോസിന് വേണ്ടി സ്വർഗത്തിൽ ചെന്നു. शैतान 2 बार पत्रोस के लिए स्वर्ग में गया. ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു, एक बार प्रभु यीशु ने ऐसा कहा, പത്രോസേ നിനക്ക് വേണ്ടി, ശിമോനെ നിനക്ക് വേണ്ടി പിശാച് സ്വർഗത്തിൽ ചെന്നു. शिमोन तेरे लिए स्वर्ग में शैतान चले गया है. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. तेरा विश्वास ना जाने के लिए मैं तेरे लिए विनती किया हूँ. നീ തിരിച്ച് നിന്റെ സഹോദരന്മാരെ ധൈര്യപ്പെടുത്താൻ പറഞ്ഞു. तो मुड़कर अपने भाई लोगों को हियाव दे. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടത് നിന്നോട് ചോദിച്ചെന്ന് പറഞ്ഞു. दोबारा ऐसा कहा है कि शैतान ने गेहूं के समान तुम्हें उठाने के लिए कोशिश किया है. അപ്പോൾ പത്രോസിന് അറിയാം പിശാച് ഇടർച്ച ചെയ്യുമെന്നുള്ളത്. तो पत्रोस जानते ही कि शैतान धोखा देने वाला है. അനുഭവം ഉള്ളതുകൊണ്ട് പത്രോസ് തന്റെ സഭയോട് ഇങ്ങനെ പറഞ്ഞു, उनका जीवन में जो अनुभव पाया है इसी कारण उसने अपने कलीसिया से ऐसा कहा, നിങ്ങളെപ്പോഴും നിർമ്മതരായിരിക്കണം, तुम हमेशा सचेत हो നിങ്ങളെപ്പോഴും ഉണർന്നിരിക്കണം, और तुम जागते रहना, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് വരുമെന്ന് പറഞ്ഞു. क्योंकि तुम्हारा विरोधी शैतान आएगा. നിങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ പിശാച് കൂടെ ഇറങ്ങും. तुम जब सेवा करने के लिए निकलेंगे शैतान तुम्हारे साथ उतरेगा. അതിന്റെ ശക്തിയെ ശാസിക്കാനുള്ള ദൈവകൃപ പ്രാപിച്ചെടുക്കണം. उनके जो शक्ति को डांटने के लिए परमेश्वर की अनुग्रह को तुम प्राप्त करना है. ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. प्रभु के दास कल एक बीमार के लिए प्रार्थना करने को गए. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം കയറി വന്നു. ऐसा प्रार्थना करते समय एक हमें विरोधी आ गया. എനിക്ക് മനസ്സിലായി അത് ബന്ധനമാണെന്നുള്ളത്. मुझे मालूम पड़ा है वो एक सबसे बड़ा एक बंधन है. അപ്പോൾ അതിൻ്റെതായ ശല്യം എനിക്ക് ഉണ്ടായി. उनका तकलीफ मुझे हुआ. വന്നിരുന്ന് പ്രാർത്ഥിച്ച് ശാസിച്ചു വിട്ടുമാറി. मैं बैठ के प्रार्थना किया, डांटा, वो तो छोड़ के गया. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടത്തും ചില അവകാശങ്ങളുണ്ടെങ്കിൽ അതിന്റെ പോരാട്ടങ്ങളും ഉണ്ടാവും. हम जब प्रार्थना करता है उस जगह में कुछ विरोधी है तो उसका विरोध हमारे जीवन में भी हो सकता है. ആ ശക്തി ചിലപ്പോൾ ഭാര്യയിൽ കൂടെ പ്രവർത്തിക്കും. वो शक्ति अपने पत्नी के द्वारा काम करेंगे. ആ ശക്തി മക്കളിൽ കൂടെ പ്രവർത്തിക്കും. वो शक्ति अपने बच्चों के द्वारा कार्य करेंगे. അതിനാണ് നമ്മൾ ഉണർന്നിരിക്കാൻ പറഞ്ഞത്. इसलिए कहता है कि तुम जागते रहो. കർത്താവിന്റെ വേലയ്ക്ക് പോയിച്ചോ ദൈവദാസന്മാരെ ഭാര്യയെ മക്കളെ വിളിച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിക്കണം. हमें प्रभु के सेवक लोग अपने पत्नी को और बच्चों को बुलवाकर उनका सिर पे हाथ रख के प्रार्थना करना है. ഇല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടിരുന്ന ശക്തി എല്ലാം കൂടെ വീട്ടിൽ വന്ന് കയറും. नहीं तो उनके द्वारा शक्तियां अपने घर में आ सकता है. ഒരിക്കൽ കർത്താവ് അത് പറഞ്ഞതാണ്. एक बार प्रभु ने ऐसा कहा है. ഇങ്ങനെ പ്രവർത്തിക്കാൻ പോയപ്പോ ഒരാൾ വഴി നിൽക്കുന്നു. उसने सेवकाई के लिए गया, देखा तो एक व्यक्ति रास्ता में बैठा है. നീ എവിടുന്ന് വരിക എന്ന് ചോദിച്ചു. तो कहाँ से आ रहे पूछा. ആ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടതാ. हाँ, वो घर से मुझे निकाल दिया है. നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. तो साथ में आओ बोला. അപ്പൊ 2 പേര് കൂടി. और 2 जन हो गया. അങ്ങോട്ട് പോയപ്പോ വേറൊരുത്തരെ കണ്ടു. आगे जाने के समय और एक को देखा. ആ എന്നെ ചർച്ചക്കോടുകാർ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു. हाँ, मुझे चर्चों ने मुझे निकाल दिया है. അങ്ങോട്ട് ഇത് വേറെ ആളെ കണ്ടു. हाँ, आगे जाने के समय और एक जन को देखा. IPC-കാർ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു. आईपीसी लोगों ने मुझे निकाल दिया है. ചുരുക്കി പറഞ്ഞാൽ 7 പേര് ഒന്നിച്ചു കൂടി. जो ऐसा कहूं कि 7 लोग एक साथ मिल गया. ആദ്യത്തെ വീട്ടിൽ വന്ന് കയറി. पहले के घर में आके देखा. ആ വീടിന്റെ സ്ഥിതി പണ്ടത്തേലും ഭയങ്കരമാക്കി തീർത്തു. उस घर के अंदर घुसने की बात उस घर के हालत पहले से भी बहुत बेकार कर दिया. പത്രോസ് പറയുന്നു നിങ്ങൾ ഉണർന്നിരിക്കെ. पत्रोस कहते हैं कि तुम जागते रहो. ഇത് വരുന്ന വഴി നീ കാണണം. ये आते हुए मार्ग तुम देखना है.
അതിനാ പറഞ്ഞ വെളിപ്പാടിലേക്ക് ജനം നശിച്ചു പോകുന്നത് പറഞ്ഞ അങ്ങനെ. इसलिए कहते हैं कि प्रकटीकरण के बिना मेरे लोग नाश हो रहा है। നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞു. आप लोग हमेशा जागते रहना चाहिए, നിങ്ങളുടെ പ്രതിയോഗിയാണ് പിശാച് എന്ന് പറഞ്ഞു. क्योंकि तुम्हारा विरोधी है ये शैतान। അത് വരുന്നത് അലർന്ന സിംഹം പോലെയാണെന്ന് പറഞ്ഞു. वो तो ऐसा गर्जने वाले सिंह के नहीं है। ഒരിക്കൽ പൗലോസ് പറഞ്ഞു, एक बार पौलुस ने कहा, നിങ്ങൾ അരിക്ക് സത്യം കെട്ടി വാള് കെട്ടി എല്ലാം കൈ തയ്യാറായി നിൽക്കണമെന്ന് പറഞ്ഞു. तुम्हारा कमर में जो सच्चाई को बांध कर हाथों में वचन का तलवार लेके तुम तैयारी रखना। ഇങ്ങനെ എല്ലാം പിടിച്ചു വന്ന ഒരാളായിരുന്നു ഗോലിയാത്ത്. ये सब कुछ पकड़ कर आया हुआ व्यक्ति था गोलियत। പക്ഷേ ദാവീദ് വന്നപ്പോ लेकिन दावीद आने के समय അവന് യാഗമാനം ഒന്ന് നോക്കി दावीद उन्हें पूरी तरफ से ऊपर से नीचे तक ഒന്ന് എറിഞ്ഞ് താഴെ ഇടാൻ ഒരു ഭാഗവും കാണുന്നില്ലെന്ന്. उसको पथरवा करके नीचे डालने के लिए कोई जगह नहीं है, वैसा देख रहा था। നോക്കിയപ്പോ ഈ നെറ്റി മാത്രം കാണാൻ, കണ്ണുപോലും കാണത്തില്ല. हाँ, उनको देखने के समय उनके आंख भी नहीं दिख रहा है, लेकिन उनके माथे पर एक जगह देखा। അവന്റെ നെറ്റിക്ക് കൊള്ളത്തക്ക ഒരു കല്ലെടുത്തെറിഞ്ഞു അവൻ താഴെ വീണു. उनके माथे पर लगने के निशानी देखकर एक पत्थर फेंका, वो नीचे गिरी है। അത് പൗലോസ് നമ്മളെ ഓർപ്പിച്ചതാണ്. ये पौलुस याद किया हुआ है। എന്തിനാ പൗലോസ് ചുമ്മാ അത് പുസ്തകം എഴുതി തീർക്കാൻ വേണ്ടി എഴുതിയതല്ല. पौलुस कैसा भी ये किताब खत्म करने के लिए लिखा हुआ नहीं है। എന്ന പേര് എഴുതണമെന്ന് വിചാരിച്ചെഴുതിയതല്ല. हाँ, कुछ भी लिखने के लिए सोच के लिखा हुआ नहीं है। ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കാനുള്ള കഷ്ടപ്പാടുകളാ പറഞ്ഞത്. परमेश्वर बुला के अलग करने वाला परमेश्वर के जो बच्चे लोग हैं, उनके जीवन में आने वाला कष्टों के बारे में लिखा है। പിശാച് വരുന്നത് ചുമ്മാ ഇങ്ങനെ കയറി വരികയല്ല. शैतान ऐसा ही अपने पास नहीं आता है। മുടിക്കുവാനും നശിക്കുവാനും സംഹരിക്കുവാനും വേണ്ടി കയറി വരുന്നതാ. वो नाश करने के लिए और खत्म करने के लिए, सत्यानाश करने के लिए आता है। അപ്പൊ അവൻ വരുന്നത് സമാധാനം കൊണ്ടല്ല വരുന്നത്. वो शांति लेकर नहीं आता है। അനീതിയുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നീ പ്രാർത്ഥിച്ചാൽ ഉപവസിച്ചാൽ ബന്ധനം അടിയത്തില്ല. जो अधर्म के चीजें, जो धार्मिकता नहीं है, अधार्मिक के जो चीजें तुम्हारे घर में रखे, तुम प्रार्थना करेगा तो परमेश्वर नहीं सुनेंगे। ഞാൻ ഒരു 4.5 വർഷമായ ഒരു 16 മിനിറ്റ് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. റാന്നി ശബ്ദം എന്ന് പറഞ്ഞു. 4.5 साल से मैं रानी का शब्द बोलकर मलयालम में एक 16 मिनट का एक मैसेज संदेश देता है। അത് കേട്ടേച്ച് ഒരാൾ എന്നെ വിളിച്ചു. वो सुनने के बाद एक जन ने मुझे फोन किया। ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പക്ഷേ എന്റെ വീട് വലിയ പ്രശ്നത്തിനകത്താ, പാസ്റ്റർ പ്രാർത്ഥിച്ച എന്റെ വീടിന് വിടുതല കിട്ടുമെന്ന് പറഞ്ഞു. बहुत लोग फोन करता है, लेकिन उनमें से एक जन मुझे फोन करके बोला, पास्टर आप प्रार्थना करेगा तो मेरे घर का बहुत समस्या है, वो समस्या दूर हो सकता है। ചോദിച്ചന്വേഷിച്ച പെന്തക്കോസ്തുകാരനാ. मैं ढूंढ के देखेगा तो मालूम पड़ा है वो एक पेंतकोस्त व्यक्ति है। ഇനി കൂടിയ പുള്ളിയാണ് IPC കാരനാ. IPC എന്ന് പറയുമ്പോൾ തല മേലോട്ടൊക്കെ പോകുമല്ലോ. IPC കാരനാ. हाँ, वो IPC का है, क्योंकि थोड़ा सिर ऊंचा उठाने वाला है। അപ്പൊ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു, बात करते हुए वक्त मैंने पूछा, നിങ്ങൾ താമസിക്കുന്ന വീട് സംബന്ധമായ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. तुम जो रहते हुए घर के बारे में कुछ समस्या है क्या, ऐसा पूछा। അപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അവരുടെ കുടുംബസ്വത്താണ് ഈ ഭൂമി. तो ऐसा बात करके आने के समय मालूम पड़ा है कि उसका परंपरा का वो जमीन है। ചേട്ടനിയന്മാർ 4 പേരുണ്ട്. ആർക്കും കൊടുക്കാതെ പുള്ളി ഇങ്ങനെ കയ്യവകാശപ്പെടുത്തി വെച്ചോണ്ടിരിക്കുക. जो उनका भाई लोग 4 लोग थे, वो किसी को भी नहीं देते हुए अपने आप पकड़ के रखा है पूरा जमीन। ഞാൻ പറഞ്ഞു, അതാണ് നിങ്ങളുടെ പ്രശ്നം. मैंने कहा ये है तुम्हारा समस्या। അപ്പന്റെ വസ്തു നിങ്ങൾക്ക് മാത്രമല്ല മറ്റു 3 പേർക്കും കൂടെ ഉള്ളതല്ലയോ എന്ന് ചോദിച്ചു. पिताजी का जो जमीन है वो केवल तुम्हारे लिए नहीं है, बाकी भाई लोगों को भी देना है। അവരുടെ ബാക്കിയുള്ളവർ കത്തോലിക്കരാ. അപ്പോ ഒരു കൊന്ത ചോദിയാ മതി നിങ്ങൾ മുടിയുമെന്ന് പറഞ്ഞു. वो एक कैथोलिक चर्च में है, अगर उसने जैसा अपने जो माला मणि गिनेगा तो एक ही मणि गिनेगा तो तुम्हारा नाश हो जाएगा। സംഗതി ഒത്തു കാര്യങ്ങള്. लेकिन बात तो पूरी हो गया है। നിന്റെ വീട്ടിൽ നീ ബന്ധനം എടുത്ത് വെച്ചയച്ച് കാത്തിരിപ്പ് യോഗം നടന്ന ബന്ധനം മാറുമോ? तुम्हारा घर में ये बंधन रख के तुम इंतजार करके प्रार्थना उपवास करेगा तो वो जाएगा क्या? എന്റെ കയ്യിൽ ഒരുപാട് ഫോൺ വരുന്നുണ്ട്. मेरे पास बहुत सारे फोन कॉल आता है। കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ ഒരു സഹോദരി വിളിച്ച ചില പ്രശ്നങ്ങൾ പറഞ്ഞു. പോലീസുകാരന്റെ ഭാര്യ. क्या दिन आंध्रा से एक पुलिस की औरत ने मुझे फोन करके उनका समस्या बताया। പിന്നെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് കേൾക്കുന്നു. ഓരോരുത്തർക്ക് എന്റെ പ്രസംഗം ഫോർവേഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു.
मैं परमेश्वर का कृपा से मैं प्रार्थना करता हूँ, परमेश्वर छुटकारा देता है, उसी कारण उन्होंने मेरे संदेश को औरों के कानों में औरों के पास അത് पहुंचाता है। അത് ദൈവത്തിന്റെ കാര്യമാണ്. वो परमेश्वर के काम है। ദൈവത്തിന് ഞാൻ പറയുന്നത് യേശു ഉണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ मैंने ये कहता हूँ कि यीशु मसीह है करके एक जन विश्वास किया है तो പിശാച് ഉണ്ടെന്ന് വിശ്വസിക്കണം. शैतान है करके भी विश्वास करना। അതിനെ ആരാധിക്കാനല്ല കർത്താവ് പറഞ്ഞത്, അതിനെ നിഷ്കാസനം ചെയ്യാനാ പറഞ്ഞത്. उसको आराधना करने के लिए यीशु मसीह नहीं बोला है, उसको हमें खत्म करने के लिए यीशु मसीह बोला है। അതിനെ കർത്താവിന്റെ നാമത്തിൽ ശാസിക്കാനാണ് പറഞ്ഞത്. यीशु मसीह के नाम से उनको डांटने के लिए यीशु ने कहा है, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് ബലപ്പെടും, അവൻ ബലപ്പെടും ഇരുന്ന്. नहीं तो वो बलवंत हो जाएंगे। പെന്തക്കോസ്തിൽ പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. पेंतकोस्त में जाने से कुछ नहीं होता है। അവരെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. आमेन, वो तो हमें कम होते नाश होते जाता है। എന്നാൽ ശത്രുവിന്റെ ഒന്നും നിന്റെ വീട്ടിലില്ല എന്ന് വരികിൽ, शत्रु का कोई भी चीज तुम्हारे घर में नहीं है तो നിന്റെ വീട്ടിൽ അന്യായമായതില്ല എന്ന് വരികിൽ, तुम्हारे घर में अन्याय से अगर कुछ कमाई नहीं है तो പരീക്ഷ നമുക്കുണ്ട്. പരീക്ഷ ജയിച്ചു കിട്ടിയാൽ ദൈവം നമ്മളെ മാനിക്കും. हमारे जीवन में परीक्षा है तो आता है, लेकिन वो परीक्षा से हम जीते हो तो परमेश्वर में आदर करेंगे। അതിന് 4:12 വായിക്കുന്നത് അങ്ങനെയാണ്. और 4 का बारे में हम यही पढ़ता है कि പ്രിയമുള്ളവരെ, നമുക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുതെന്ന് പറഞ്ഞു. हे प्रियो, जो दुख रूपी अग्नि तुम्हारे परखने के लिए तुम्हें भड़के है, इसमें से यह समझकर अचंभ ना करो कि कई अनोखी बात तुम पर बीत रही है। അപ്പൊ നമുക്ക് പരീക്ഷയുണ്ട്. तो हमारे जीवन में परीक्षाएं होता है। അത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. वो व्यवस्था विवरण 8वां अध्याय में भी लिखा है। ആ പരീക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചത്. यीशु मसीह भी ये परीक्षा को सह लिया है। യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടെങ്കിൽ നമുക്കും പരീക്ഷയുണ്ട്. यीशु मसीह अगर परीक्षा में पड़ा है तो हमारे जीवन में भी परीक्षा ही हो सकता है। അപ്പോസ്തലന്മാരെല്ലാവരും അത് പറഞ്ഞെങ്കിൽ നമുക്കത് ആവശ്യമാണ്. लोग वैसा कहा है तो हमारे जीवन में भी ये होना ही है। അപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ ആ വാക്ക് അവസാനിപ്പിക്കാം. हम पढ़ा हुआ इस वचन में हमारा बातों को हम खत्म करेंगे। നമുക്കൊരു നല്ല മനസ്സാക്ഷിയുണ്ട്, സ്നാനമേൽക്കണം. हमको एक सच्चा विवेक के साथ होना चाहिए। നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. सच्चा विवेक है तो हम पवित्र आत्मा पाना है। നമ്മുടെ കർത്താവായ യേശു സ്വർഗരാജ്യത്തിൽ ചെന്നിട്ട് हमारा प्रभु यीशु मसीह स्वर्ग राज्य में जाने की बाद ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. स्वर्गदूत और अधिकारी हमें सब कुछ प्रभु यीशु मसीह के अधीन में है करके यहाँ पढ़ते हैं। ദൈവം തമ്പുരാൻ അവനെ അധികാരത്തിൽ ആക്കി കൊടുത്തു. परमेश्वर सभी अधिकार में यीशु मसीह को रखा है। വിട്ടുപോ പിശാച് എന്ന് പറഞ്ഞാൽ വിട്ടുപോയിരിക്കണം. हमें ये शैतान छोड़ के जाओ करके बोलेगा तो छोड़ के जाना चाहिए। പക്ഷേ പരീക്ഷ നമുക്കുണ്ട്. लेकिन हमारे जीवन में परीक्षाएं होता है। ആ പരീക്ഷ സഹിക്കണമെന്നാ പറഞ്ഞത്. उस परीक्षा को सह लेना है करके वचन कहते हैं। പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. परीक्षा सह लेने वाला धन्य है। സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. जो सहने वाला ही धन्य है। രോഗം വരുന്ന പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്ന നല്ല കാര്യം, പിശാചിനെ പിടിച്ചിങ്ങോട്ട് നിർത്തുന്നതാ കാര്യം. आमेन, जो आमेन उनके पास भागे जाने का नहीं, उनको पकड़ के रुकाना ही हमारा काम है। ഇന്ന് നമ്മുടെ കേരളത്തിൽ വലിയൊരു ബാധ ഇറങ്ങിയിട്ടുണ്ട്. आज केरला में सबसे बड़ा एक शैतानी शक्ति है, बाधा है। ഈ പരസ്യങ്ങൾ, ആശുപത്രിക്കാര് പരസ്യങ്ങൾ ഇങ്ങനെ വിട്ടോണ്ടിരിക്കുക. जो हॉस्पिटल वाले ने अपने आड़ ऐसा दिखा रहा है। ഇപ്പോൾ ബിലിവേഴ്സ് ഹോസ്പിറ്റലാണ് അതിന് സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്. ബിലിവേഴ്സ് ഹോസ്പിറ്റലുകാര് സ്പെഷ്യലായിട്ട് നിൽക്കുക. आमीन, अभी बिलीवर्स हॉस्पिटल अभी स्पेशल करके वो करते हैं। 30 വയസ്സ് താഴെയുള്ള പെൺപിള്ളേരെല്ലാവരും അവിടെ ചെല്ലണം. ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, അതുകൊണ്ട് എല്ലാവരെയും പരിശോധിക്കണം. 30 साल के नीचे सारे जवान लड़की लोग उनका हॉस्पिटल में जाना है। उनको ब्रेस्ट कैंसर हो सकता है, उनका यूट्रस रिमूव प्रॉब्लम होता है, इसलिए वहां पर जाके चेकअप करना है करके उनको बुलाता है। നല്ല കൊച്ചു പെൺപിള്ളേരാ ഇപ്പൊ മരിച്ചോണ്ടിരിക്കുന്നത്. हमें बहुत जवानी लड़की लोग मर रहा है। ഞാൻ ഒത്തിരി അതിനെ കുറിച്ച് വിമർശിക്കുന്നില്ല. അവന്മാർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. मैं उनके बारे में ज्यादा कुछ बोलना नहीं चाहता हूँ कि वो मुझे सताए।
ഇന്ന് ഏറ്റവും വളക്കൂറുള്ളതൊന്നാണ് ആശുപത്രി എന്ന് പറയുന്നത്. आज सबसे बड़ा कमाई होता है कि हॉस्पिटल में। എന്റെ അമ്മ 11 പ്രസവിച്ചു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. 87-ാമത്തെ വയസ്സിലാ മരിച്ചത്. हमें पास्टर के जो माजी है, हमें जो 11 बच्चों को जन्म दिया, कोई समस्या नहीं थी। हमें जो 87 उम्र में ये दुनिया छोड़ के गया है। ഇന്നത്തെ കാലം വ്യത്യസ്തമാണ്. സംഗതി ഭയങ്കര പ്രശ്നമാ. ആശുപത്രി പോകാത്തവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. आज बहुत सारे समस्या में है, हमें जो हॉस्पिटल में जाना ही पड़ता है, वैसा जो लोग जाता है। लेकिन हमें प्रभु के दास यही कहता है कि हॉस्पिटल में नहीं जाने वाला धन्य है, स्वर्गराज उन्हीं का है। കുറച്ചു നാളൂടെ ജീവിച്ച് എങ്ങനെങ്കിലും കർത്താവിന് മഹത്വം കൊടുത്ത് സ്വർഗത്തിലെ കാണാൻ പോകാം. और थोड़ा साल जीवित रह के प्रभु का सेवकाई करके किसी भी रीति से स्वर्गराज पहुंचना है। രാവിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. सुबह परमेश्वर दिया हुआ अच्छा अवसर के लिए परमेश्वर को धन्यवाद करता हूँ। ജോയ് പാസ്റ്റർ സമയം എനിക്ക് തന്നതിനാൽ സ്തോത്രം. Praise the Lord. Thank you, Pastor. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. प्रभु हम सबको आशीष करे।